Welcome back to 13th day of CBSE Maths Crash Class conducted by Archana Study Center. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7th ചാപ്റ്റർ ആയ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ ആണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പറയാനുള്ള കണ്ടീഷനാണ്. അപ്പൊ രണ്ട് കണ്ടീഷൻസ് ആണ് മെയിൻ ആയിട്ട് രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. ഏതെങ്കിലും രണ്ട് ട്രയാങ്കിൾസ് നമുക്ക് സിമിലർ ആണെങ്കിൽ ഒരു ട്രയാങ്കിള് എ ബി സി, വേറൊരു ട്രയാങ്കിൾ ഞാൻ എടുക്കുകയാണ് പി ക്യു ആർ. ഇതാണ് രണ്ട് ട്രയാങ്കിൾസ് എന്നുണ്ടെങ്കിൽ ഇവ രണ്ടെണ്ണവും സിമിലർ ആവണമെങ്കിൽ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും സിമിലർ ആണെങ്കിൽ ഇതിലെ ആംഗിൾസ് എല്ലാം സെയിം ആയിരിക്കണം. ദാറ്റ് ഈസ് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി, ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി, അതുപോലെ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യു ആയിരിക്കണം. ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യു ആയിരിക്കണം. അതുപോലെ ആംഗിൾ സി എന്ന് പറയുന്നത് ആംഗിൾ ആർ ആയിരിക്കണം. ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ. അതായത് ഈ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ടു ദിസ് ട്രയാങ്കിൾ പി ക്യു ആർ ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതിന്റെ സൈഡ്സ്, ട്രയാങ്കിൾസിന്റെ സൈഡ്സ് ഏതൊക്കെയാ? എ ബി, ബി സി, എ സി. അതുപോലെ ഇതിന്റെ സൈഡ്സ് ഏതൊക്കെയാ? മൂന്ന് സൈഡ്സ് ഉണ്ട്, പി ക്യു, ക്യു ആർ, പി ആർ. ഈ സൈഡ്സ് എല്ലാം പ്രൊപ്പോർഷണൽ ആണ്. പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോയിലാണെന്ന് അർത്ഥം. ഒരു സിമിലർ റേഷ്യോയിലാണ്. അപ്പോൾ ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന അതായത് ഈക്വൽ ആംഗിൾസ്, അതായത് ആംഗിൾ എയും ആംഗിൾ പിയും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ. ഈ ആംഗിൾ എന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? ബി സി. ബി സി ഡിവൈഡഡ് ബൈ ഈ ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ പിക്ക് ഈക്വൽ ആണ്. അപ്പൊ ആംഗിൾ പിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്? ക്യു ആർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? അടുത്തത് ആംഗിൾ ബി. ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്? എ സി. ആംഗിൾ ബി എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ ക്യു. ആംഗിൾ ക്യൂവിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്? പി ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് എന്താണ്? എ ബി. എ ബി ഡിവൈഡഡ് ബൈ ആംഗിൾ സി എന്ന് പറഞ്ഞാൽ ആംഗിൾ ആറിന് ഈക്വൽ ആണ്. ആംഗിൾ ആറിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് പി ക്യു ആണ്. അപ്പോൾ ഇങ്ങനെ പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് എല്ലാം ഇൻ പ്രൊപ്പോർഷണൽ, അതായത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു കോൺസ്റ്റന്റ്, സെയിം കോൺസ്റ്റന്റ് വാല്യൂ ക്യൂ ആയിരിക്കും. ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും നമുക്കിത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. കോൺസ്റ്റന്റ് റിയൽ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇത് ഈക്വലും ആവാം ചില കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരികയാണെങ്കിൽ ഇതിനെ പറയുന്നതാണ് സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത്. ഇത് ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആയി. പക്ഷെ ഇൻ റേഷ്യോയിലാവുമ്പോൾ, ഇതാണ് ഇൻ റേഷ്യോ എന്ന് പറയുന്നത്. ഇൻ റേഷ്യോയിലാവുമ്പോൾ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ട്രയാങ്കിൾസ് എന്ന് പറയും. അപ്പൊ അതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഈ ട്രയാങ്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ട്രയാങ്കിൾ എ ബി സി. ഈ ട്രയാങ്കിളിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ട്രയാങ്കിൾ പി ക്യു ആർ. സിമിലർ എന്ന് പറയാൻ ഈക്വൽ ടു ഇട്ട് ഇങ്ങനെ ഇടണം. This is similar. Triangle ABC similar to triangle PQR. ഇനി ഈ സിമിലാരിറ്റി പ്രൂവ് ചെയ്യാൻ ചില ക്രൈറ്റീരിയകൾ നമുക്കുണ്ട്. ആ ക്രൈറ്റീരിയകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സിമിലാരിറ്റി ചെക്ക് ചെയ്യാനുള്ള ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യത്തെ ക്രൈറ്റീരിയ എ ക്രൈറ്റീരിയ എന്ന് പറയും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ആംഗിൾസിനെയാണ് എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. രണ്ട് ട്രയാങ്കിൾസ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ എ ബി സി ഒരു ട്രയാങ്കിൾ, വേറൊരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് പി ക്യു ആർ. ഓക്കെ, ഇതിന്റെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ, ഇപ്പൊ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ പി, അതുപോലെ ആംഗിൾ ബി ഈക്വൽ ടു ആംഗിൾ ക്യു, ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ. മൂന്ന് ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ പി, അതുപോലെ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യു, ആംഗിൾ സി ഇസ് ഈക്വൽ ടു ആംഗിൾ ആർ. ഈ മൂന്ന് കണ്ടീഷൻസും, അതായത് ഇതിന്റെ ആംഗിൾസ് എല്ലാം രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾസിന് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും ട്രയാങ്കിൾ എ ബി സി സിമിലർ ടു ട്രയാങ്കിൾ പി ക്യു ആർ. ഈ ക്രൈറ്റീരിയനെ പറയുന്നതാണ് ആംഗിൾ ക്രൈറ്റീരിയ, എ ക്രൈറ്റീരിയ. എളുപ്പമാണല്ലോ പഠിക്കാൻ. മൂന്ന് ആംഗിൾസും, ആദ്യത്തെ ട്രയാങ്കിളിന്റെ മൂന്ന് ആംഗിൾസും രണ്ടാമത്തെ ട്രയാങ്കിൾസിന്റെ മൂന്ന് ആംഗിൾസും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് അതിനെ പറയുന്നതാണ് എ ക്രൈറ്റീരിയ പ്രകാരം രണ്ട് ട്രയാങ്കിൾ എന്താണ്? സിമിലർ ആണ്.
ഓക്കെ. സെക്കൻഡ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അപ്പൊ എന്താണ്? SSS, 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ, അല്ലെങ്കിൽ ഇൻ പ്രൊപ്പോർഷണൽ, ഈക്വൽ അല്ല ഇൻ പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. അപ്പൊ അതെങ്ങനെയാ വരിക? 2 ട്രയാങ്കിൾസ്, ഇത് രണ്ടുമാണ് ട്രയാങ്കിൾസ്. അപ്പൊ നമുക്ക് വീണ്ടും ഒന്ന് വരച്ചു വെക്കാം. 2 ട്രയാങ്കിൾസ് ABC, അതുപോലെ വേറൊരു ട്രയാങ്കിൾ PQR, 2 ട്രയാങ്കിൾസ് നമുക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ AB, ഇതിന്റെ ആംഗിൾസ് AB ഡിവൈഡഡ് ബൈ PQ ഒരു സൈഡ്, അതുപോലെ BC ഡിവൈഡഡ് ബൈ RQ ഈക്വൽ ടു AC ഡിവൈഡഡ് ബൈ PR. A കോൺസ്റ്റന്റ് ആണെങ്കിൽ, എല്ലാം ഈക്വൽ ആണെങ്കിൽ, ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഈ സൈഡ് ഡിവൈഡഡ് BC ഡിവൈഡഡ് ബൈ RQ, അതുപോലെ AC ഡിവൈഡഡ് ബൈ PR. ഇങ്ങനെ ഇൻ റേഷ്യോസിലാണെങ്കിൽ നമുക്ക് എന്താ? ബൈ SAS റൂൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ട്രയാങ്കിൾ ABC ഈസ് സിമിലർ ടു ട്രയാങ്കിൾ PQR എന്ന് എഴുതാം. 3 സൈഡ്സും സിമിലർ ആണെങ്കിൽ, സിമിലർ ആണെന്ന് മീൻസ് ഇൻ റേഷ്യോസിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഈ 2 ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പറയാം. നെക്സ്റ്റ് റൂൾസ് എന്ന് പറയുന്നത് SAS. കൂടുതലായിട്ട് നമുക്ക് പ്രോബ്ലം വരുന്നത് SAS ക്രൈറ്റീരിയം വെച്ചിട്ടാണ്. SAS എന്താ? 2 സൈഡും ഒരു ആംഗിളും ഈക്വൽ ആണെന്നുള്ള കണ്ടീഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ 2 ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ആണ്. 2 സൈഡ്സ് ഇൻ റേഷ്യോസിലും ഒരു ആംഗിള് 2 ട്രയാങ്കിളിന്റെ ഈക്വൽ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ബൈ SAS ക്രൈറ്റീരിയൻ 2 ട്രയാങ്കിൾസ് എന്താണ്? സിമിലർ ആണെന്ന് പറയാം. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. 2 ട്രയാങ്കിൾസ് PQR, വേറൊരു 2 ട്രയാങ്കിൾസ് SABC, 2 ട്രയാങ്കിൾസ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ 2 സൈഡ്സ്, ഈ 2 സൈഡ്സും ഇൻ റേഷ്യോസിലാണ്. ഓക്കെ. PQ ഡിവൈഡഡ് ബൈ AB ഈക്വൽ ടു QR ഡിവൈഡഡ് ബൈ BC ആണ്. ആൻഡ് തേർഡ്, ഇത് 2 എണ്ണത്തിന്റെയും ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ രണ്ടും ഈക്വൽ ആണ്. ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ Q ആണ്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ 2 സൈഡ്സ് ഈ 2 സൈഡ്സുമായിട്ട് ഇൻ റേഷ്യോസിലും ഈ 2 ആംഗിൾസ് ഈക്വൽ ആണ്. ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ, Pന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന 2 സൈഡ്സ് ആണ് ഇത് അല്ലെ. അപ്പോൾ ഈ 2 സൈഡ്സും ഈ എന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ്. അപ്പൊ ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ A ആവുകയും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇങ്ങനെ തന്നെ വരണമെന്നില്ല കേട്ടോ, നേരെ ഓപ്പോസിറ്റും വരാം. ഈ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് വിചാരിക്കും. ഈ കണ്ടീഷൻ തന്നെ എഴുതണമെന്നില്ല, നേരെ ഓപ്പോസിറ്റ് വരാം. ഈ 2 സൈഡ്സും ഇൻ റേഷ്യോസിലാണെങ്കിൽ, ഈ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് വരാം? 2 ട്രയാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാം. ഓക്കെ. അങ്ങനെ 2 സൈഡ്സും ഒരു ആംഗിളും ഈക്വൽ ആണെങ്കിൽ, 2 സൈഡ്സ് ഇൻ റേഷ്യോസിലും ഒരു ആംഗിള് ഈക്വൽ ആണെങ്കിൽ നമുക്ക് ബൈ SAS റൂൾസ് എന്ത് എഴുതാൻ പറ്റും? ട്രയാങ്കിൾ PQR സിമിലർ ടു ട്രയാങ്കിൾ ABC എന്ന് എഴുതാൻ പറ്റും. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇൻ ദ ഫിഗർ ഇഫ് ആംഗിൾ ACB is equal to ആംഗിൾ CDA. അപ്പൊ ഫിഗർ ഇതാണ്. ആംഗിൾ ACB എന്ന് പറയുന്നത് ആംഗിൾ CDAക്ക് ഈക്വൽ ആണ്. അപ്പൊ ടീച്ചറോട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ കാണിച്ചിരിക്കുന്നതാണ് സിമിലർ എന്ന് പറയുന്നത്. ഓക്കെ. Then AC തന്നിട്ടുണ്ട്. AC is equal to 6 cm and AD is equal to 3 cm. Then find the length of AB. ABയുടെ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ADCയും ABCയും സിമിലർ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ. ADCയും ABCയും സിമിലർ ട്രയാങ്കിൾസ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാരണം ആംഗിൾ CDA, ഇവിടെ നോക്കിക്കേ, ആംഗിൾ CDA ഈക്വൽ ടു ആംഗിൾ ACB നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലെ. ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. അതായത് ഒരെണ്ണം ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും എടുത്തു വരയ്ക്കണം. ഒരെണ്ണം ADC, ഒരെണ്ണം ഏതാ വരുന്നത്? വേറൊരു ട്രയാങ്കിൾ നമ്മുടെ ഏതാണ്? ABC. ഇതിൽ ഈ ആംഗിളും ഇവിടുത്തെ ഈ ആംഗിളും ഈക്വൽ ആണ്. അതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. ഇനി ആംഗിൾ CAD എന്ന് പറയുന്നത് 2 എണ്ണത്തിലും കോമൺ ആയിട്ടുള്ള CADയും CABയും കോമൺ ആണ് അല്ലെ. ഈ ആംഗിൾ A എന്ന് പറയുന്നത് 2 എണ്ണത്തിലും കോമൺ ആയിട്ടുള്ളതാണ്. അപ്പൊ 2 ആംഗിൾ കോമൺ ആണ്. നമുക്ക് അപ്പൊ അറിയാലേ 2 ട്രയാങ്കിൾസിന്റെ 2 ആംഗിൾ ഈക്വൽ ആണെങ്കിൽ കോമൺലി എന്തായിരിക്കും? 2 180 മൈനസ് ചെയ്യുമ്പോൾ ഈ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ ബൈ AAA റൂൾ വെച്ചിട്ട് നമുക്ക് ഈ 2 ട്രയാങ്കിൾസ്
എന്താണെന്ന് പറയാം? ബൈ എ റൂൾ വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആണെന്ന് പറയാം. അതിനുശേഷം നമുക്ക് ഇൻ റേഷ്യോസിൽ എഴുതാം. അതായത് ഇവിടെ നോക്കിക്കേ, ട്രയാങ്കിളിന്റെ ഈ രണ്ട് ആംഗിൾസ് ഡിയും സിയും ഈക്വൽ ആണ് അല്ലെ? അതെ, ഡിയും സിയും ഈക്വൽ ആണ്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് എന്ത് വരുന്നത്? സൈഡ് എ സി. ഇതിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് സൈഡ് എ ബി. അപ്പൊ ഇത് രണ്ടും ഇൻ റേഷ്യോസിലാണ്. എ സി ഡിവൈഡഡ് ബൈ എ ബി ഈക്വൽ ടു, ഇനി ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആണ് അല്ലെ? അപ്പൊ ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് ഡി, എ ഡി. ഇനി ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് എ സി, എ ഡി ബൈ എ സി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് ഇൻ റേഷ്യോസിൽ എഴുതാം. എന്നിട്ട് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ സി നമുക്ക് തന്നിട്ടുണ്ട് 6, എ ബി നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് എ ബി ഈക്വൽ ടു എ ഡി നമുക്ക് 3 അറിയാം. വീണ്ടും എ സി നമുക്ക് 6 എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ തന്നിട്ടുള്ളതാണ് എ സി ഈസ് ഈക്വൽ ടു 6, എ ഡി ഈസ് ഈക്വൽ ടു 3 എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? എ ബി ഇൻറ്റു 3 ഈക്വൽ ടു 6 ഇൻറ്റു 6 വരും. എ ബി ഈക്വൽ ടു 6 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 3 വരും. കട്ട് ചെയ്ത് കളയുക. 2 ഇൻറ്റു 6 12 സെന്റിമീറ്റർ ആണ് എ ബി വരുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിലെ സിമിലാരിറ്റി കണ്ടീഷനും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പൊ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക. കൂടുതൽ പ്രോബ്ലംസ് ആയി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.